ശപിക്കപ്പെട്ടൊരിടം. ഈ പ്രേതഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ പലതും കാണാനായിട്ട് പറ്റും, അതുപോലത്തെ കാണാൻ പറ്റാത്തത് കുറെ കേൾക്കാനായിട്ടും പറ്റും. ഇത്രയും യാത്ര ചെയ്തിട്ട് ഇതേപോലെ ഒരു മോശം സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശപിക്കപ്പെട്ട ഗ്രാമത്തിലേക്കാണ് കേട്ടോ. കുൽധാര എന്ന് പറയുന്ന രാജസ്ഥാനിലെ ജയ്സൽമേറിൽ നിന്നും 18 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ആൾ താമസമില്ലാതെ അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ ഒഴിഞ്ഞു പോയ ഒരു വില്ലേജിലേക്കാണ് ഇന്ന് പോകുന്നത്. വൈകുന്നേരം 6 മണിയായി കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലേക്ക് ആർക്കും പ്രവേശനമില്ല കേട്ടോ. പോകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ദുശകനായിരുന്നു. പിന്നീടുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു റോഡിലേക്ക് കടക്കുമ്പോൾ തന്നെ മരുഭൂമിയിലെ ആ പൊടിക്കാറ്റ് വന്നടിച്ചിട്ട് ഫുള്ള് മണലാണ് റോഡിൽ കേട്ടോ. ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വീഴാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളെ തീരപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. റോഡിലേക്ക് കടലിലത്തെ മണലൊക്കെ വന്നടിച്ച് ഓടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഇവിടെ പോകുന്ന വഴി മിക്ക സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചിട്ട് വേണം ഇവിടെ എത്തിപ്പെടാനായിട്ട്. ഇവിടെ എത്തിപ്പെട്ടിട്ട് എനിക്കുണ്ടായ ഒരു ദുരനുഭവമാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അങ്ങനെ ഞാൻ ആ ഒരു ഗ്രാമത്തിൻ്റെ എൻട്രിയിലേക്ക് എത്തി. ഇപ്പോൾ ഈ ഒരു കുൽധാര വില്ലേജ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് കേട്ടോ. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തേക്കാണ് ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനമുണ്ട്. എന്താ വെച്ചാൽ ഈ ഒരു പ്രേതഗ്രാമത്തെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ര ചെറിയ കാര്യങ്ങളൊന്നല്ല കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് അവിടേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. ഈ ഗേറ്റ് അവർ 6 മണി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് ആരെയും കടത്തി വിടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്തിരി നേരത്തെ ഇവിടെ എത്തിപ്പെടാം അല്ലെങ്കിൽ വെളിച്ച സമയത്ത് എത്തിപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഓരോ പോയിന്റിലേക്കും നമ്മൾ എത്തുമ്പോൾ നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കാഴ്ചകളൊക്കെ കണ്ട് തിരിഞ്ഞ് ഒറ്റപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരോ വീടുകളിലേക്കും കയറി പോകുമ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഓരോരോ വീടുകളാണ്. ഇടിഞ്ഞു പൊളിഞ്ഞതാണ്, വർഷങ്ങളോളം പഴക്കമുള്ള വീടുകളാണ്. പിന്നെ ഇവിടുത്തെ ഒരു കഥയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇതൊരു പ്രേത വില്ലേജ് ആണോ അല്ലയോ എന്നുള്ളത്. ആളുകളും അനക്കങ്ങളും ഉള്ള സ്ഥലങ്ങൾ തേടിയെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് എന്നും അത്ഭുതമായിട്ട് നിന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ രാജസ്ഥാൻ. എന്നാൽ ഈ രാജസ്ഥാനിലെ കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ഒരുപാടും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ആളനക്കമില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിപ്പെടുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇന്ത്യയിലെ പേടിപ്പെടുത്തുന്ന ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് രാജസ്ഥാൻ തന്നെയാണ് കേട്ടോ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കുൽധാര എന്ന് പറയുന്ന ഈ ഒരു വില്ലേജ്. ഇവിടുത്തെ ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു വില്ലേജ് ഇങ്ങനെ ശപിക്കപ്പെട്ട് ഇങ്ങനെ അനാഥമായി കിടക്കാനായിട്ട് ഒരു കാരണമുണ്ട്. അത് ഇവിടുത്തെ ഒരു നാടോടി കഥ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഞാനത് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ആദ്യം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇവിടുത്തെ കഥ ഞാൻ പറഞ്ഞുതരാം. അതായിരിക്കില്ല നന്നാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. രാത്രി കാലങ്ങളിലെ അസാധാരണമായ അനുഭവങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഈ സ്ഥലം 2010 കേട്ടോ ഈ രാജസ്ഥാൻ സർക്കാർ വിനോദസഞ്ചാര കേന്ദ്രമാക്കിയിട്ട് മാറ്റുന്നത് തന്നെ. പിന്നെ പേടിപ്പെടുത്തുന്ന ഇടങ്ങളിൽ 1ാം സ്ഥാനം തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിനുള്ളത്. രാത്രി കാലങ്ങളിൽ ഇവിടെ എത്തുന്നവർക്ക് അസാധാരണമായ അനുഭവങ്ങൾ ഉണ്ടായതായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഒരു അനുഭവസ്ഥരും പറയുന്നത്. പല രീതിയിലുള്ള അനക്കങ്ങൾ, പല രീതിയിലുള്ള ഒച്ചകളൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റുകൾ ഉള്ള സമയത്ത് തന്നെ നമുക്ക് ചെറിയൊരു ഭയപ്പെടുത്തുന്നൊരു നെഗറ്റീവ് ആംബിയൻസ് ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ ഇവിടുത്തെ ആളുകൾ ഇവിടെ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം ഒരു 1500-ൽ പരം ആളുകളാണ് ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നത്. അവർ വീടുകളിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ സമ്പത്തുകൾ, ആഭരണങ്ങൾ എല്ലാം ഇവിടെ ഉപേക്ഷിച്ച നിലയിലാണ് കേട്ടോ അവരിവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു കഥ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താമസിച്ചിരുന്നവർ ഒരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു.
ആ ഒരു കാലത്ത് എന്ന് പറയുമ്പോൾ വളരെ സമ്പന്നമായിരുന്ന ഒരു ഗ്രാമം തന്നെയായിരുന്നു കേട്ടോ ഈ ബ്രാഹ്മണന്മാർ താമസിച്ചിരുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചിട്ട് മന്ത്രിയായ സലീം സിംഗിന് ഇവർ നികുതി നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഈ ഗ്രാമം സന്ദർശിക്കാൻ എത്തിയ മന്ത്രി ഗ്രാമമുഖ്യൻ്റെ മകളെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയും അവളെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് ഗ്രാമമുഖ്യനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാലുണ്ടല്ലോ ഇവരുടെ സമുദായത്തിലല്ലാത്ത വേറൊരാൾക്കും ഇവിടുത്തെ കുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന ഒരു പാരമ്പര്യം ഇവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് ഭയങ്കര വിഷമപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. പിന്നീടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിനൊക്കെ വെറുപ്പിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചു പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ മന്ത്രി പിന്നീട് ഇവർക്ക് നികുതി ഭാരം കൂട്ടുകയും ഇവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യും എന്നുള്ളത് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അന്ന് രാത്രി തന്നെ ഇവിടുത്തെ തൊട്ടടുത്തുള്ള 84 ഗ്രാമങ്ങളും അടക്കം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് അപ്രത്യക്ഷമായെന്നാണ് കേട്ടോ ഇവിടുത്തെ ഒരു കഥ എന്ന് പറയുന്നത്. ഒറ്റ രാത്രി കൊണ്ട് കുൽധാരയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള 84 ഗ്രാമങ്ങളും എവിടെ പോയി ഒളിച്ചുവെന്ന് ഇതുവരെയും ആർക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല. എന്നാലുണ്ടല്ലോ ഇതോടൊപ്പം മറ്റൊരു കഥ കൂടി നിലനിൽക്കുന്നുണ്ട്. പെൺകുട്ടിയെ നൽകാത്തതിനാൽ മന്ത്രി ഇവർക്ക് നികുതി ഭയങ്കരമായിട്ട് കൂട്ടുകയും അതുപോലെ തന്നെ ഇവർക്കത് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ നാട് വിട്ടു പോയതാണ് എന്നുമാണ്. പല ഭാഗത്തേക്കായിട്ട് ചിന്നിച്ചെതിരി പോയി എന്നും വേറൊരു കഥയുണ്ട്. പിന്നീട് പറയുന്ന ഒരു കഥ എന്ന് പറയുന്നത് മന്ത്രി തന്നെ ഇവരെല്ലാവരെയും നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ കഥകൾ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. പിന്നെ ഒരു കഥ എന്ന് പറയുന്നത് ഇവർക്ക് എന്തൊരു ദിവ്യശക്തി ലഭിച്ചിട്ട്, അതായത് ഇവർക്കൊരു കുലദൈവമുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ആ ഒരു ഭാഗത്താണ് കേട്ടോ. അതായത് ഇവരുടെ ഈ ഒരു ഗ്രാമത്തിലത്തെ വലിയൊരു ക്ഷേത്രമുണ്ട്. ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠയുടെ അനുഗ്രഹം കാരണം, അതായത് അവരുടെ കുലത്തിലുള്ള ഒരു കുട്ടിയെ വേറൊരു കുലത്തിലേക്ക് കൊടുക്കാനായിട്ട് അവർക്ക് ഇഷ്ടമല്ല. അപ്പം അതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇവർക്കൊരു ദിവ്യശക്തി കിട്ടിയിട്ട് ഇവിടെ നിന്ന് എല്ലാവരും ആവിയായി പോയി എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. പല രീതിയിലുള്ള കഥകൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. പിന്നീട് ഇവരിവിടെ നിന്ന് പോകുന്ന സമയത്ത് ഈ ഒരു ഗ്രാമത്തിൽ ഇവിടെ ആർക്കും ഇനി ജീവിക്കാൻ പറ്റാത്ത രീതിയിലായി പോകട്ടെ എന്നുള്ളൊരു ശാപം കൂടി നൽകിയിട്ടാണ് ഇവിടുത്തെ ബ്രാഹ്മണർ ഇവിടെ നിന്ന് പോയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആര് വന്ന് വൈകുന്നേരങ്ങളിൽ താമസിച്ചാലും പല രീതിയിലുള്ള ശബ്ദങ്ങളും പല രീതിയിലുള്ള അനക്കങ്ങളൊക്കെ കേട്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാതാവുന്നത്. പിന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഗ്രാമം എത്രത്തോളം ആഡംബരമായിട്ടായിരുന്നു അന്ന് ആ കാലത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത്. വീടുകളിലൊക്കെ അപ്സ്റ്റെയറൊക്കെ നമുക്കിവിടെ കാണുമ്പോഴുണ്ടല്ലോ സീലിങ് കണ്ടോ, എന്താ വെച്ച് കഴിഞ്ഞാൽ കല്ലുകൾ വെച്ചിട്ട് അതിൽ മരം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കളിമണ്ണ് കൊണ്ടും അതുപോലെ തന്നെ ഈ മണൽ കൊണ്ടൊക്കെ ഫ്ലോറിങ് ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. എത്ര വർഷമായിട്ട് നിൽക്കുന്നതാണെന്ന് നോക്കിയേ ഈ മരച്ചില്ലകളൊക്കെ വെച്ചിട്ട്. ഇനി നമുക്കതിൻ്റെ മുകളിൽ പോയുള്ള ഒരു സംഭവം ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് മുന്നായിട്ട് ഞാനിവിടെ ക്യാമറ ഇങ്ങനെ പിടിച്ച് നടക്കുന്ന സെൽഫി സ്റ്റിക്കിൽ പിടിച്ച് നടക്കുന്നതാണ്. അപ്പോൾ ഒരു കൊച്ചു ചെറുക്കൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ചേട്ടാ ഇത് പ്രേതങ്ങളുടെ പ്രസൻസ് മനസ്സിലാക്കാനുള്ള ഉപകരണമാണോ, ആ ഒരു ഡിവൈസ് ആണോ ഇതെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് സംസാരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ കൂടി ലാസ്റ്റ് പയ്യൻ്റെ അമ്മ വന്നിട്ട് എൻ്റെ പിന്നാലെ വന്നിട്ട് എന്നോട് ചോദിച്ചു, മോനെ ഇത് എന്തൊരു സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാനത് ചേച്ചി ഇത് ക്യാമറയാണ്, വീഡിയോ ഫുള്ളായിട്ട് കവർ ചെയ്ത രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നൈസായിട്ടൊന്ന് തടി തപ്പിട്ടോ. എന്ത് അടിപൊളിയായിട്ടാണല്ലേ അവർ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത്രയും ബലം കിട്ടാനായിട്ട് അവർ ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ. മരക്കമ്പുകളൊക്കെ വെച്ചിട്ടാണ് ആ ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്കൊരു സംഭവം കേൾപ്പിച്ചാൽ ഇപ്പം ഞാൻ ആ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ആ ഫാമിലി എന്നോട് ചോദിച്ചത് നിങ്ങൾ കേൾപ്പിച്ചു തരാട്ടോ, ഒന്ന് നോക്കി നോക്ക്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്ന അവർ ഗുജറാത്തിയിലാണ് കേട്ടോ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ആ താഴെ നിന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത്. നോക്കിയേ എന്താണല്ലേ അടിപൊളിയായിട്ട്. അടിഭാഗത്ത് ഫുള്ള് ചെറിയ ചെറിയ കമ്പുകളും അതേപോലെ മരത്തിൻ്റെ ചില്ലകളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം, ഈ മുകൾ ഭാഗത്തെ റൂഫിങ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെയർ കേസുകൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ചെറിയൊരു ഗോപുരം പോലെ പുറകിൽ കാണുന്നില്ലേ, അതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ ആ ഒരു കുലദൈവത്തിൻ്റെ
ക്ഷേത്രം എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോവാം. അതിന് മുന്നേ ഈ ഒരു ഗ്രാമം ഇങ്ങനെ കിടക്കുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തനിച്ചിവിടെ വരാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ പേടിക്കാനുള്ളൊരു സംഭവമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് നെഗറ്റീവ് എനർജിയാണ്. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്താണ് ഇവിടെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ക്യാമറയിൽ ഞാൻ എടുക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ ക്യാമറ റെക്കോർഡിങ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കട്ടായി പോകുമായിരുന്നു കേട്ടോ. എന്താ സംഭവം എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അതിൽ ഈ വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്യാമറയിൽ തന്നെ അതിൻ്റെ റീസൺ അവർ വ്യക്തമായിട്ട് എഴുതി കാണിക്കും, എന്തുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത്. ഭയങ്കര ചൂടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നട്ടുച്ച വെയിലത്താണ് ഞാൻ വന്നത്. ഓവർ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആയിരുന്നു. ക്യാമറയിൽ എഴുതി കാണിച്ചു, ഇത്രയും ചൂടത്ത് ഈ ക്യാമറയിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഈ ക്യാമറ ഭയങ്കര ഹീറ്റിംഗ് ആണ്, അത് കുറച്ച് നേരം ഓഫ് ചെയ്ത് വെക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ എൻ്റെ യാത്ര പിന്നെ കണ്ടിന്യൂ ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് ഇവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഭയങ്കര സമയം എൻ്റെ ഇവിടെ കുറേ പോയി ഈ ഒരു സംഭവം കാരണം ഉണ്ടാവും. പിന്നെ ഞാൻ മൊബൈലിൽ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. പിന്നെ ഇവിടെ നിന്ന് ഞാൻ സ്കൂട്ടറിലാണ് ഇങ്ങോട്ട് വന്നത്. കാറിലൊക്കെ വരുന്നവർക്ക് അവരുടെ വണ്ടി കൊണ്ടുവരാനുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റാനൊന്നും പറ്റില്ല. സ്കൂട്ടർ ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് അകത്തേക്ക് കൊണ്ടുവരാനും ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഓടിച്ചു പോകാനൊക്കെ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറയാനായിട്ടേ, നമുക്കൊരു വഴി കറക്റ്റ് അല്ല, പ്രോപ്പർ റോഡൊന്നുമല്ല. ഇതുപോലുള്ള കല്ലും കട്ടയും മണലിൽ കൂടെ ഒക്കെ തന്നെയാണ് പോകേണ്ടതായിട്ട് വരുന്നത്. പിന്നെ പല സൈഡിൽ നിന്നും കാറുകളും അതുപോലെ തന്നെ ബസ്സുകളൊക്കെ ഈ ഒരു റൂട്ടിൽ കൂടെ വരുന്നുണ്ട്. ഇതൊരു ഗ്രാമം എന്ന് പറയുന്നത്, ഇത് മൊത്തം ആ ഒരു കുൽധാര എന്ന് പറയുന്ന ഒരു ഗ്രാമം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാനായിട്ട് വരുന്നവരാണ്. ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർലോക്ക് ആണോന്ന് ചോദിച്ചാൽ ഇൻ്റർലോക്ക് എന്ന് പറയാനും പറ്റില്ല, റോഡ് എന്ന് പറയാനും പറ്റില്ല. ആ രീതിയിൽ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയൊരു റോഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കിടുക്കാണ്. വണ്ടി ഓടിച്ചു പോകുമ്പോൾ വണ്ടിയുടെ നെറ്റ് ബോൾട്ടെല്ലാം ഇളകുമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ പതുക്കെ പോകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്, പക്ഷേ ആ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഈ ഒരു റോഡ് ഇവിടുത്തെ ഒരു ആംബിയൻസിന് കറക്റ്റ് മാച്ചായിട്ടുള്ള രീതിയിലാണ് ഇവർ പണിത് വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് പോകാൻ നിന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുറേ ടൈം ഇവിടെ കുറേ പോയി ആ ക്യാമറയുടെ ഇഷ്യൂ കാരണം. അതുകൊണ്ട് ഞാൻ ആ അറ്റത്തേക്കൊന്നും പോകാൻ നിന്നില്ല. ഇനി നേരെ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോസ്റ്റ് വില്ലേജിൽ എന്ന് പറയുന്നത്, ഇവിടെ പ്രേതങ്ങളുടെ ശല്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. ഒരനക്കം കേൾക്കുമ്പോൾ അത് പ്രേതത്തിൻ്റെ അനക്കാണെന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ പ്രേതം ഉണ്ടെന്നുള്ള ഫീല് കിട്ടും. അത് വല്ല പൂച്ച ചാടിയതോ അല്ലെങ്കിൽ വല്ല ഇടിഞ്ഞു പൊടിഞ്ഞ് വീണാന്ന് ചിന്തിക്കാന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.